യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട സുരേഷ് ബസിന്റെ മാനേജർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ബസ് ഹാജരാക്കാൻ ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. യാത്രക്കാരെ ഗുണ്ട സ്റ്റൈലിൽ മർദ്ദിച്ചത് യാത്ര മുടങ്ങിയത് ചോദ്യം ചെയ്തതിനാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? വൈറ്റില ജംഗ്ഷനിലായിരുന്നു ഈ സംഭവം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന ഈ കല്ലട ബസ്സിൽ യാത്രക്കാരായിരുന്നു മർദ്ദനമേറ്റ യുവാക്കൾ. അതായത് ബസ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് വെച്ച് ഹരിപ്പാട് വെച്ച് വണ്ടി തകരാറിലായി, ബ്രേക്ക് ഡൗൺ ആയി. ഏതാണ്ട് 2 മണിക്കൂറോളം ഈ യാത്രക്കാർ പെരുവഴിയിലായി. അപ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ബസ് തകരാറ് പരിഹരിക്കാനൊന്നും ഒരു നടപടിയും ഈ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായില്ല. അതിനെ തുടർന്ന് യുവാക്കൾ ചോദ്യം ചെയ്യുകയായിരുന്നു. അതോടുകൂടി ആ പ്രശ്നം അപ്പോൾ അവസാനിച്ചു. പക്ഷേ ഇതിന് പ്രതികാരമായി ഏതാണ്ട് വൈകിട്ടോടുകൂടി ബസ് വൈറ്റില ജംഗ്ഷനിലെത്തിയപ്പോൾ 15ഓളം പേർ എന്നാണ് ഇയാളുടെ മൊഴിയിലുള്ളത്, ഈ ബസ്സിനകത്തേക്ക് ഇരച്ചു കയറി ഈ 2 യുവാക്കളെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതാണ് ഈ മർദ്ദന ദൃശ്യങ്ങൾ മറ്റ് ചില യാത്രക്കാർ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ജേക്കബ് ഫിലിപ്പ് എന്നയാൾ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതോടെയാണ് ഈ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം പുറം ലോകം അറിഞ്ഞത്. തുടർന്ന് മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒടുവിലുണ്ടായിരിക്കുന്ന നടപടി 3 പേർക്കെതിരെ കേസെടുക്കുകയും 2 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ബസ് ജീവനക്കാരായ ജയേഷ്, ജിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിന്റെ ഒരു മാനേജർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ അറസ്റ്റ് ഒരു പക്ഷേ ഇന്ന് ഉണ്ടായേക്കും, രേഖപ്പെടുത്തിയേക്കും എന്നാണ് കേട്ടത്. പോലീസ് പറഞ്ഞത് ഈ മർദ്ദനമേറ്റ യുവാക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിനെതിരെ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ യാത്രയിലായിരുന്നു, പുറത്തായിരുന്നു. അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ അക്രമം നടന്ന ബസ് ഹാജരാക്കാൻ പോലീസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ പക്ഷേ ബസ് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തിന് പുറപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ ബന്ധപ്പെട്ട് ബസ് കേരള പോലീസിന് കൈമാറാനുള്ള ഒരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഇന്ന് തന്നെ ബസ് കസ്റ്റഡിയിലെടുക്കും. ഏതായാലും പോലീസ് ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, നിരപരാധികൾക്ക് അതിക്രൂരമായി മർദ്ദനമേറ്റ ഒരു സംഭവമാണ്, കർശന നടപടി സ്വീകരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്ന കർശന നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. സാലി, ഈ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ കാര്യത്തിൽ ഗതാഗത മന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് അറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോലീസിന് കർശനമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പോലീസ് 3 പേർക്കെതിരെ കേസെടുത്ത് 2 പേരെ അറസ്റ്റ് ചെയ്ത് ഒപ്പം തന്നെ ബസ് കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ശരി സാലി, ആ ബസ്സിനകത്ത് നടന്ന ഉന്തും തള്ളിന്റെയും അടിപിടിയുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് വിളിക്കാൻ പറ്റില്ല വീട് എങ്ങോട്ടേ പിടിച്ചതല്ലേ വണ്ടി ഒന്ന് വീട്ടിലോ വണ്ടി ഈ വണ്ടി പോലീസ് വിളിക്കാൻ പറ്റില്ല വീട് എങ്ങോട്ടേ പിടിച്ചതല്ലേ വണ്ടി ഒന്ന് വീട്ടിലോ വണ്ടി ഈ വണ്ടി യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട സുരേഷ് ബസിന്റെ മാനേജർ ഉൾപ്പെടെ 4 പേരെ ഇപ്പോൾ അറസ്റ്റിൽ
അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബസ് ഹാജരാക്കാൻ ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബസ്സിൽ നടക്കുന്ന അടിപിടിയുടെ ഗുണ്ടാ സ്റ്റൈലിലാണ് ഇവർ മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്ര മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്തതിനായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം അവിടെ അരങ്ങേറിയത്. സംഭവത്തിന്റെ പേരിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി യാത്രക്കാർക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. കല്ലട ബസ്സിൽ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് കല്ലട എന്ന ബസ്സിലെ ജീവനക്കാർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. യാത്രക്കാർക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി വീണ്ടും ചേരുകയാണ്. സാലി, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നല്ല രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കൂടുതൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം എങ്ങനെയാണ്? ബസ് എപ്പോഴത്തേക്ക് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഈ മർദ്ദനമേറ്റ യുവാക്കളെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ട് അനൌദ്യോഗികമായി മൊഴി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ ഗുരുതരമായ വകുപ്പുകൾ ഇപ്പോൾ ചുമത്തിയിട്ടില്ല. പക്ഷേ ഇവരുടെ മൊഴി ഔദ്യോഗികമായി രേഖപ്പെടുത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. അവർ പക്ഷെ ബാംഗ്ലൂരിലാണുള്ളത്. അവരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അവിടെ ചെന്ന് മൊഴി എടുത്തതിന് ശേഷം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പോലീസ് കർശന നടപടികളിലേക്ക് നീങ്ങുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പരിക്കേറ്റവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? പരിക്കേറ്റവർ ആദ്യം ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് ബാംഗ്ലൂർക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ സംഭവം വിവാദമായതിനു ശേഷം മാത്രമാണ് ഇത് പുറത്തറിയുന്നത്, പോലീസിന് വിവരം ലഭിക്കുന്നതും. ഔദ്യോഗികമായ ഒരു പരാതി പോലീസിന് ലഭിച്ചതുമില്ല. അതാണ് പോലീസിന് തുടക്കത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഇവര് പ്രാഥമിക ശുശ്രൂഷ നേടിയതിനു ശേഷം ബാംഗ്ലൂർക്ക് പോയി എന്ന് തന്നെയാണ് പോലീസിനോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ആശുപത്രിയിൽ ചെന്ന് ഇവരെ കണ്ടെത്താനോ മൊഴി രേഖപ്പെടുത്താനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ പോലീസ് തുടർ നടപടി എന്ന നിലയ്ക്കാണ് അവർ ഫോണിൽ ബന്ധപ്പെട്ട് മൊഴി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം തുടർന്ന് അടുത്ത നടപടികളിലേക്ക് കടന്നത്. ആദ്യം പോലീസ് കേസെടുക്കുകയും ചില വകുപ്പുകളിട്ട് മർദ്ദനത്തിനും മറ്റുമുള്ള വകുപ്പുകളിട്ട് കേസെടുക്കുകയുമായിരുന്നു. പിന്നീടാണ് ഇതിന്റെ വിവരങ്ങൾ കൂടുതലായി ശേഖരിച്ചത്. ഇനി അടുത്ത ഘട്ടം ഇവരുടെ മൊഴി FIS ഔദ്യോഗികമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അത് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് കടുത്ത നടപടികളിലേക്ക്, അതായത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മർദ്ദനമേറ്റ യുവാക്കൾ, ഈ സംഭവം അരിപ്പാട് വെച്ചുണ്ടായി, അപ്പോൾ ചെറിയ വാക്കുതർക്കം ഉണ്ടായി. പക്ഷെ വൈറ്റിലയിൽ എത്തിയപ്പോൾ ഏതാണ്ട് 15ഓളം പേർ ഈ ബസ്സിനകത്തേക്ക് കയറി. എല്ലാവരും ചേർന്ന് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇവരുടെ പണം പിടിച്ചു വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ അനൌദ്യോഗികമായി നൽകിയ മൊഴിയിലുണ്ട്. ഇതെല്ലാം ഇനി രേഖപ്പെടുത്തി അടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഒപ്പം തന്നെ ഈ ഉടമകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ അക്രമം നടന്ന ബസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ബസ് ഹാജരാക്കാൻ പോലീസ് ഉടമകൾക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ ബസ് ഹാജരാക്കും. ഇന്ന് തന്നെ ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹാജരാക്കിയാൽ ഉടൻ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മരട് SI അല്പം മുമ്പ് അറിയിച്ചത്. ശരി സാലി.